വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ക്രിസ്മസ് മംഗളങ്ങളോടൊപ്പം എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ല ആശംസകളും ആശീർവാദങ്ങളും നേരുകയാണ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഒരു നല്ല ദിവസവും അതോടൊപ്പം തന്നെ ഒരു ക്രിസ്മസും ആശംസിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഇന്ന് ഒരു ചെറിയ ബൈബിൾ സ്റ്റഡിയിലേക്ക് പോകാമെന്ന് വിശ്വസിക്കുകയാണ്. അതായത് നമ്മൾ പഴയ നിയമം 1 ശമൂവേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായി ദൈവം തിരഞ്ഞെടുത്ത ശൗലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. 40 വർഷക്കാലം ഇസ്രായേലിനെ ഭരിച്ച രാജാവാണ്. എന്നാൽ ശൗലിൻ്റെ തിരഞ്ഞെടുക്കലിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് തോന്നും. കാരണം ശൗൽ ഒരിക്കലും ഓർത്തിരുന്നില്ല അദ്ദേഹം ഒരു രാജാവാകുമെന്നോ. ഒരു ധനികനായ കീശ് എന്ന്, ബെന്യാമിൻ ഗോത്രത്തിൽ ധനികനായ കീശ് എന്ന് പറയുന്ന ആ ആളിൻ്റെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയാണ് കീശ്. നമ്മുടെ ശൗല്. യുവാവ് ആയിരിക്കെ ഏറ്റവും കോമളത്വവും അത്രയും തന്നെ എല്ലാം കൊണ്ടും വളരെ റെപ്യൂട്ടഡായിട്ട് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. കാണാൻ അത്രയും കോമളത്വമുള്ള ഒരാൾ വേറെ ഇല്ലായിരുന്നു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരെ കളിഞ്ഞും തോളിൻ്റെ പൊക്കം കൂടുതലുള്ള വ്യക്തിയുമായിരുന്നു. അപ്പോൾ ഏറ്റവും ഉയരം കൂടിയ വ്യക്തിയായിരുന്നു ശൗല്. ഈ ശൗലിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അന്ന് ഇസ്രയേലിലെ ജനങ്ങൾക്ക് മറ്റുള്ള ജാതികളെ പോലെ ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണമെന്ന് പറഞ്ഞിട്ട് അവർ ആവശ്യപ്പെടുന്നു. ശമൂവേൽ പ്രവാചകൻ്റെ അടുത്ത് പറയുന്നു. അതായത് ഇസ്രയേലിന് യഹോവയാണ് അവരുടെ രാജാവെന്നുള്ള വിശ്വാസവും ന്യായാധിപന്മാർ മുഖേന ഉള്ള റൂളിങ്ങൊക്കെ ആയിരുന്നു. അതിൽ ഏറ്റവും ലാസ്റ്റ് പ്രവാചകനും അതോടൊപ്പം തന്നെ ജഡ്ജുമായിട്ടിരുന്ന ആളാണ് ശമൂവേൽ. അപ്പോൾ ശമൂവേലിൻ്റെ കാലത്താണ് ശൗലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നത്. അതും വളരെ ഇതായിട്ട് തോന്നാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ ശൗലിൻ്റെ അപ്പൻ്റെ കഴുതകളെ കാണാതെ പോയിട്ട് അതിനെ തേടി കുറേ ബാല്യക്കാരും ഈ ശൗലും കൂടെ അതിനെ തേടി വന്ന സമയത്താണ് ശൗല് അവരെ കാണുന്നതും. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ശൗലാണ് അടുത്ത രാജാവെന്നുള്ളത് അറിയിക്കുകയും, അതുപോലെ ശൗലിനെ ശമൂവേൽ കൊമ്പിൽ തൈലം കൊണ്ടുപോയിട്ട് അഭിഷേകം ചെയ്ത് ദൈവത്തിൻ്റെ വ്യക്തിയാക്കി മാറ്റി ഇസ്രായേലിൻ രാജാവായിട്ട് വാഴിക്കുവാനായിട്ട് അഭിഷേകം ചെയ്ത ആ ഒരു സംഭവം. അപ്പോൾ അതിൽ അഭിഷിക്തനായി കഴിഞ്ഞപ്പോൾ രാജാവായിട്ട് അഭിഷേകത്തിനായി കഴിഞ്ഞ ശേഷം ശൗലിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് ഏതാനും ചില വാക്കുകൾ പറയാമെന്ന് വിശ്വസിക്കുന്നത്. ദൈവത്തിലായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രകടമായിരിക്കേണ്ട പല പ്രത്യേകതകളാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. ഈ ശൗൽ എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ ചോദിച്ചു വാങ്ങിയതെന്നാണ്. അപ്പോൾ അവരുടെ മാതാപിതാക്കൾ നല്ല ഒരു പേരാണ് സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ വായിക്കുമ്പോൾ 1 ശമൂവേൽ 10-ാം അധ്യായം 6-ാം വാക്യത്തിൽ നോക്കുമ്പോൾ, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിൻ്റെ മേൽ വരികയും നീ അവരോടുകൂടെ പ്രവചിക്കുകയും ചെയ്യും എന്ന് ശമൂവേൽ ശൗലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. 8-ാം അധ്യായത്തിലാണ് ശൗലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ അവിടെ നമ്മൾ കാണുന്നത് ഒരു പുതിയ മനുഷ്യനായി മാറുന്നതാണ്. അതായത് ശൗല് ഒരു പുതിയ വ്യക്തിയായി മാറുന്നു. നമ്മൾ 2 കൊരിന്ത്യർ 5:17 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി എന്നാണ്. അപ്പോൾ അന്ന് നമ്മുടെ ദൈവത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്ന ശൗല് ഒരു പുതിയ മനുഷ്യനായി മാറുന്നു. ഒരു പുതിയ വ്യക്തിത്വം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് ഒരാൾ മാറുക എന്നാൽ സ്വഭാവം തൻ്റെ പ്രവൃത്തികളിൽ കൂടെ പ്രകടമാകത്തക്കവണ്ണം മാറ്റം സംഭവിക്കുന്നതിനാണ് ഒരു പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രവർത്തനത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും എല്ലാം നമ്മുടെ വ്യക്തിത്വം തന്നെ മാറുന്നതായിട്ട് കാണാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരായ നാം ഒരു പുതിയ വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അപ്പോൾ കർത്താവിനായി തിരഞ്ഞെടുക്കപ്പെട്ട് കർത്താവ് വിളിക്കപ്പെട്ട് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നമ്മളൊരു പുതു ജീവിതം നയിക്കുന്ന നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാണെന്ന് നമ്മൾ അറിയണം. ആ ഒരു ഓർമ്മ നമുക്ക് ആവശ്യമാണ്. നമ്മളൊരു വേറെ വ്യക്തിത്വമാണെന്നുള്ളത്. ആത്മീയരെന്നും ജഡികരെന്നും അതുപോലെ തന്നെ പ്രാകൃത മനുഷ്യരെന്നും ഇങ്ങനെ 3 തരത്തിലുള്ള മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. എന്നാൽ ഈ ജഡത്തിൽ ജീവിക്കുമ്പോഴും ആത്മീയരായി നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, അവൻ്റെ മുദ്രയല്ല, അവൻ്റെ സൂക്ഷിപ്പിനാൽ നമ്മൾ ജഡിക മനുഷ്യരായി ജീവിക്കാതെ ആത്മീയരായി ജീവിക്കുവാനായിട്ട് ശ്രമിക്കണം. 1 ശമൂവേൽ 10:7 നമ്മൾ പറഞ്ഞല്ലോ, ദൈവം നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറയുന്നു. ശൗലിനോട് പറയുന്നുണ്ട് ദൈവം നിന്നോട് കൂടി ഇരിക്കുമെന്ന്. ദൈവം നിന്നോട് കൂടെ ഇരിക്കുമെന്നുള്ളതാണ് ഇമ്മാനുവേൽ എന്നുള്ള പേരിൻ്റെ അർത്ഥം. നമ്മൾക്ക് ദൈവം നമ്മളോട് എന്ത് പറയുന്നോ, അല്ലെ നമുക്ക് എന്ത് ആലോചന പറഞ്ഞിരുന്നോ, നമ്മളോട് എന്ത് തോന്നിപ്പിക്കുന്നോ ആ കാര്യം നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. അഭിഷേകം പ്രാപിച്ചവന് ധൈര്യമായിട്ട് ദൈവം പറയുന്നത് ചെയ്യുവാനായിട്ട് സാധിക്കും. നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് നമ്മളോട് കള്ളം പറയത്തില്ല. അവൻ നമ്മളോട് പറയുന്ന കാര്യം അത് സത്യമായിരിക്കും. നമ്മളത് ചെയ്യുവാൻ ബാധ്യസ്ഥരുമാണ്. ദൈവസാന്നിധ്യം വ്യക്തമായിട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് നമ്മൾക്ക് കർത്താവ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് പ്രകാരം പ്രവർത്തിക്കുവാനും സാധിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള ആ വാക്യം. അത് എടുത്തു നോക്കിക്കഴിഞ്ഞെന്നാൽ കർത്താവ് ഒരു നല്ല സ്നേഹിതനായി എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അത് അന്നല്ല, ഇന്നും അത് തന്നെയാണ് അവസ്ഥ. അതിന് മാറ്റമില്ല. സൈന്യങ്ങളുടെ ദൈവമായ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളത് നാം ഓർക്കണം. കാരണം നാം ദൈവിക അഭിഷേകം പ്രാപിച്ചവരാണ്, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാണ്. അപ്പോൾ അവൻ നമ്മോട് കൂടെയുണ്ട്. ആ വ്യക്തിത്വം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ജനമാണെന്നുള്ളത് മനസ്സിലാക്കി നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കണം. അതുപോലെ തന്നെ നോക്കുമ്പോൾ 10:9 പറയുന്നത് ദൈവം അവനൊരു പുതിയ ഹൃദയത്തെ കൊടുത്തു എന്നാണ് കാണുന്നത്. അപ്പോൾ ശൗല് ഒരു പുതിയ ഹൃദയത്തിന് ഉടമയായി. അവൻ്റെ സ്വഭാവങ്ങൾക്ക് വ്യത്യാസം വരുന്നു. കർത്താവ് വേറൊരു ഹൃദയം കൊടുക്കുമ്പോഴാണ് നമുക്ക് നമ്മോടൊരു പുതിയ നിയമം ചെയ്യുകയാണ് കർത്താവ് ചെയ്യുന്നത്. നമ്മളത് യെരമ്യാ പുസ്തകത്തിലും അതുപോലെ സഖിയേലിലൊക്കെയും വായിക്കുന്നുണ്ട്. ഒരു പുതിയ ഹൃദയത്തെക്കുറിച്ചും അവന് നമ്മളുടെ ഹൃദയത്തിനുള്ളിൽ വസിക്കുന്നതിനെക്കുറിച്ചും ദൈവം നമ്മൾക്കായിട്ട് കല്ലായിട്ടുള്ള ഹൃദയത്തെ മാറ്റി നമുക്ക് ഓരോരുത്തർക്കും മാംസളമായ ഹൃദയം, ഒരു പുതിയ ഹൃദയം തരുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അത് നമ്മളുടെ സ്വഭാവത്തിനുള്ള മാറ്റത്തെക്കുറിച്ചാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ ജോഷുവ, കാലേബ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെക്കുറിച്ച് വായിക്കുമ്പോൾ അവരെല്ലാം ഒരു പ്രത്യേക സ്വഭാവത്തിന് ഉടമകളായിരുന്നു എന്ന് നമുക്കറിയാം. അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ പ്രവൃത്തിയും അവരുടെ എല്ലാ സ്വഭാവത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് മാത്രം ജീവിച്ച വ്യക്തിത്വങ്ങളാണവർ. അതേപോലെ തന്നെ നോക്കുമ്പോൾ 1 ശമൂവേൽ 10:11 പറയുന്ന ശൗല് പ്രവചിക്കുന്നതായിട്ട് അവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നു. ഒരു അസാധാരണ വ്യക്തിയായിട്ട് അവൻ മാറുകയാണ് ചെയ്തത്. മറ്റുള്ള പ്രവാചകന്മാരോട് കൂടി അവൻ പ്രവചിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവന് പ്രവാചകനായി മാറി. ബൈബിളിൽ എഴുതിയിരിക്കുന്ന ശൗലുമുണ്ടോ പ്രവാചകഗണത്തിൽ എന്നുള്ള വാക്ക് തന്നെ വരുവാനായിട്ട് ഇടയായെന്നുള്ളതാണ്. ദൈവാത്മാവിൽ നിയോഗം പ്രാപിച്ച് ദൈവം അരുളി ചെയ്യുന്ന കാര്യങ്ങൾ അത് മാറ്റം കൂടാതെ മായം ചേർക്കാതെ ദൈവവചനത്തെ പ്രകാരം ദൈവം പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന്, അതായത് പറയുന്നതിനെയാണ് പ്രവചനം എന്ന് പറയുന്നതും പ്രവചിക്കൽ എന്ന് പറയുന്നത്. പ്രവാചകന്മാരിൽ കൂടി ദൈവം അനേക വർഷങ്ങൾ സംസാരിച്ചതിന് ശേഷമാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നത്. ഭൂമിയിലേക്ക് ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപേ തന്നെ യെശയ്യാ പ്രവാചകൻ 650 വർഷം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കന്യഗർഭിണിയായി മകനെ പ്രസവിക്കുമെന്നും അവന് എല്ലാവർക്കും വേണ്ടി ഈ ഭൂമിയിൽ ജനിക്കുന്നതായി ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേലായിട്ട് വരുമെന്നൊക്കെയും നമ്മൾ പ്രവാചകന്മാരിൽ കൂടി കർത്താവ് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അതിൻ്റെ നിവൃത്തിയാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം. അതേപോലെ തന്നെ വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായി ശൗല് മാറിയെന്നും ദൈവത്തിൻ്റെ വകയായി മാറിയെന്നും നമുക്കറിയാം. അങ്ങനെ അവൻ രാജാവായി അഭിഷേകം ചെയ്ത് ഇസ്രയേൽ വാണുകൊണ്ടിരുന്നു.
നമ്മൾ 1 പീറ്റർ 2:9 നോക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു എന്ന് എടുത്തു പറയുന്നു. ക്രിസ്ത്യാനികളായിട്ട് പേര് വിളിക്കപ്പെട്ട ഓരോരുത്തരും, അതായത് ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുള്ള ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും അതേപോലെ തന്നെ സ്വന്തം ജനവും ആകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാകുന്നു. ഇസ്രയേലിൻ്റെ രാജാവായിരുന്ന ശൗലിന് പല കാര്യം പിന്നീട് ദൈവത്തിൽ നിന്നകന്നതായിട്ടും, അതായത് പല കാര്യങ്ങളും തോറ്റുപോയതായി നമുക്കറിയാം. ഏത് സമയവും ശത്രു നമ്മെ വീഴ്ത്തുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. 40 വർഷക്കാലം ദൈവസന്നിധിയിൽ ദൈവത്തോട് ആലോചന ചോദിച്ച് ഭരണം നടത്തി ജനത്തിനും ദൈവത്തിനും ഹിതമായ രീതിയിൽ ജീവിച്ച ശൗല് വീണു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ജീവിതങ്ങളിൽ ദൈവസന്നിധിയിൽ നിന്നും വീണു പോയതായിട്ടും ഒരു നല്ലതല്ലാത്ത ഒരു അന്ത്യം സംഭവിച്ചതായിട്ട് നമുക്കറിയാം. ദൈവഹിതപ്രകാരം ഉള്ള ഒരു അവസാനം അദ്ദേഹത്തിന് ലഭിച്ചില്ല. എന്നാൽ നമ്മുടെ ജീവിതങ്ങളിലും വീണു പോകാതെ, ശത്രുവിൻ്റെ കെണിയിൽ നമ്മൾ പെട്ടുപോകാതെ നമ്മൾ ഉണർന്ന് ജാഗ്രതയുള്ളവരായിട്ട് ഇരിക്കണം എന്നാണ് നമ്മോട് ദൈവം പറയുന്നത്. ദൈവസന്നിധിയിൽ നമുക്ക് അവൻ്റെ ഹൃദയത്തിനനുസരിച്ച് അവൻ്റെ കൃപയിൽ ആയിരിക്കാനും അവനായി ജീവിപ്പാനും അവൻ്റെ നാമത്തിന് മഹത്വം വരുത്തുന്ന രീതിയിലുള്ള ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടും ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മളെ ഓരോരുത്തരെയും ദൈവം വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല വിഷസ് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക പ്ലീസ്. മേ ഗോഡ് ബ്ലസ് യു ഓൾ.